നാട്ടിൽ തോറ്റത് വലിയ കാര്യമല്ലെന്ന് എം സ്വരാജ്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന് പിശകുണ്ടെന്ന് വിലയിരുത്തുന്നില്ലെന്നും വികസനം പറഞ്ഞാണ് വോട്ടർമാരെ സമീപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അത് വോട്ടർമാർ പരിഗണിച്ചോ എന്ന സംശയമാണെന്നും എം സ്വരാജ് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമ്പോൾ പലതരത്തിലുള്ള വിലയിരുത്തലുകൾ വരും. അത് സൂക്ഷ്മമായി വിശകലനം ചെയ്യും. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ബോധ്യപ്പെടുത്തുമെന്നും സ്വരാജ് പറഞ്ഞു. സ്വന്തം ബൂത്തിൽ പിന്നിലായെന്ന് കരുതി മോശക്കാരനാകില്ല. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ തോറ്റിട്ടല്ലേ ഇവിടെ വന്ന് നിന്നതെന്നും സ്വരാജ് ചോദിച്ചു. പലതരത്തിലുള്ള വിലയിരുത്തലുകൾ വരും. ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് തോന്നുന്നില്ല. സർക്കാരിന്റെ പ്രവർത്തന ഫലമായി നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി വിശകലനം ചെയ്യും. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ബോധ്യപ്പെടുത്തും. ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന് പിശകുണ്ടെന്ന് വിലയിരുത്തുന്നില്ലെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. അൻവർ പിടിച്ച വോട്ടുകളെ സംബന്ധിച്ച വിശദാംശങ്ങളെ പറ്റി പിന്നീട് ചർച്ച ചെയ്യാം. എല്ലായിടത്തും പ്രതീക്ഷയ്ക്കനുസരിച്ച് മുന്നോട്ട് വരാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എം വി ഗോവിന്ദന്റെ പരാമർശം ഇനി പ്രസക്തമല്ല. വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് വെച്ചത് നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സന്തോഷമേയുള്ളൂ. ഒരു വർഗീയവാദിയുടെയും പിന്തുണ ഞങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും ആവശ്യമില്ലെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. അതേസമയം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ പ്രതികരണവുമായി കോൺഗ്രസ് നേതാക്കൾ എത്തിയത് ശ്രദ്ധേയമായി. ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന സുപ്രീം കോടതി വിധി വന്നപ്പോൾ എം സ്വരാജ് ഫേസ്ബുക്കിൽ നടത്തിയ പ്രതികരണത്തെ പരിഹസിച്ചാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസ് നേതാക്കൾ ആഘോഷമാക്കുന്നത്. ബിജെപിയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്കൊപ്പം മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവരും ഹിന്ദുത്വ വർഗീയവാദികളെ സന്തോഷിപ്പിക്കാൻ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വിജയം മറയാക്കുന്നു. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ എന്നാണ് 2019 നവംബർ 9 സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. പോസ്റ്റിനെതിരെ അന്ന് ബിജെപി വലിയ ആക്ഷേപം നടത്തി. അന്ന് ബിജെപിയുടെ സംസ്ഥാന വക്താവായിരുന്ന സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിലായിരുന്നു അധിക്ഷേപ പ്രചരണം. എന്നാൽ പോസ്റ്റ് പിൻവലിച്ചില്ലെന്ന് മാത്രമല്ല, തന്റെ നിലപാട് സ്വരാജ് പല വേദികളിലായി ഉറക്കെ പറയുകയും ചെയ്തു. ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിച്ച ആ പോസ്റ്റിനെ പരിഹസിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. സത്യാനന്തര കാലത്ത് ഇതിൽ നിന്ന് മറിച്ചൊരു ജനവിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ എന്ന് ഇന്നത്തെ കോൺഗ്രസ് പ്രവർത്തകൻ സന്ദീപ് വാര്യരും വർത്തമാനകാല കേരളത്തിൽ മറിച്ചൊരു ജനവിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ എന്നാണ് മാത്യു കുഴൽനാടനും കുറിച്ചിരിക്കുന്നത്. അയോധ്യയിൽ പുരാതനമായ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയാൻ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ അനുമതി നൽകിയ വിധിയാണ് 2019 നവംബർ 9 സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. 92 ഡിസംബർ 6 ഹിന്ദുത്വ സംഘടനകൾ ബാബറി മസ്ജിദ് തകർത്തത്. PV നരസിംഹറാവുവിന്റെ കോൺഗ്രസ് സർക്കാർ നോക്കി നിൽക്കെ RSSന്റെ കാർമ്മികത്വത്തിൽ ബാബറി മസ്ജിദ് തകർക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ സംഘി മനോഭാവമാണ് പോസ്റ്റുകളിലൂടെ വ്യക്തമാകുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. സന്ദീപിന്റെയും കുഴൽനാടന്റെയും പ്രതികരണങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം തന്നെ ഉയരുന്നുണ്ട്. അതേസമയം 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇഞ്ചോടിഞ്ചായിരുന്നു പോരാട്ടമെങ്കിലും പിന്നീട് UDF ലീഡ് നേടി. വർഗീയ നിലപാടുകളോട് സന്ധി ചേരാതെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ട LDF മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി 65,132 വോട്ട് നേടിയ മണ്ഡലം എന്ന പ്രത്യേകത കൂടിയുള്ള നിലമ്പൂരിൽ മികച്ച വെല്ലുവിളി ഉയർത്താൻ സ്വരാജിന് സാധിച്ചു. ആര്യാടൻ ഷൗക്കത്തിന് 77,737 വോട്ടും എം സ്വരാജിന് 66,660 വോട്ടും ലഭിച്ചപ്പോൾ മികച്ച പോരാട്ടം കാഴ്ചവെക്കുമെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്ന രാജിവെച്ച സിറ്റിംഗ് MLA PV അൻവറിന് 19,760 വോട്ടാണ് നേടാൻ കഴിഞ്ഞത്. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് 8,648 വോട്ടും ലഭിച്ചു. 2016 ശേഷം ആദ്യമായാണ് മണ്ഡലത്തിൽ UDF വിജയിക്കുന്നത്. ജൂൺ 19 നടന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ 75.27% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. 21 നിലമ്പൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ 1,224 വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്തിരുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 1,73,443 വോട്ടാണ് ആകെ പോൾ ചെയ്തതെങ്കിൽ 2025 ഉപതിരഞ്ഞെടുപ്പിൽ 1,74,667 വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടത്.
2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം 76.71 ആയിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് 70.99% എന്നാൽ 2025 വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് 61.91% മാത്രമായിരുന്നു. ഈ നിലയിൽ സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന തിരഞ്ഞെടുപ്പ് കൂടിയായി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്.